മാത്തമാറ്റിക്സ് സേ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഔദ്യോഗികമായി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. മെജോറിറ്റി വിദ്യാർത്ഥികൾക്കും അവർ പ്രതീക്ഷിച്ച മാർക്ക് തന്നെ കിട്ടി എന്നാണ് വിശ്വാസം. എന്നാൽ ചെറിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിന് ഫെയിലായ കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ചിലരെങ്കിലും അവർ പ്രതീക്ഷിച്ച മാർക്ക് മാത്തമാറ്റിക്സ് എക്സാമിനേഷന് സ്കോർ ചെയ്യാൻ സാധിക്കാത്തവരും കാണും. തീർച്ചയായും തോറ്റ കുട്ടികൾക്ക് വേണ്ടിയാണ് സേ എക്സാമിനേഷൻ. എന്നാൽ +2 പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു എക്സാമിനേഷൻ ഇംപ്രൂവ്മെന്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് മാത്തമാറ്റിക്സ് സബ്ജക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് സഹായകരമാകുന്ന ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ മാത്തമാറ്റിക്സ് എക്സാമിനേഷന് ഫെയിലായ കുട്ടികൾക്ക് പാസ്സാകുവാൻ വേണ്ടി എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. തീർച്ചയായും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്സ് സബ്ജക്റ്റിന് ഫെയിലായ കുട്ടികളുടെ കാര്യമാണ്. തീർച്ചയായും മാത്തമാറ്റിക്സ് തിയറി എക്സാമിനേഷൻ പാസ്സാകുവാൻ നിങ്ങൾക്ക് +1ലും +2ലെയും തിയറി മാർക്കുകൾ ആഡ് ചെയ്യുമ്പോൾ 36 മാർക്ക് കിട്ടണം, 36 മാർക്സ് കിട്ടണം. സി മാർക്ക് 2 വർഷം ഫുള്ള് കിട്ടി, പ്രാക്ടിക്കലിന് ഫുള്ള് കിട്ടി. എന്നാൽ തിയറിക്ക് മിനിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ ഫെയിൽ ആകും. നിങ്ങളുടെ ഗ്രേഡ് D എന്ന് കാണാൻ സാധ്യതയുണ്ട്. തീർച്ചയായും ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും ടേം ഇവാലുവേഷൻ TE എന്ന് പറയും അല്ലെ. അതായത് തിയറി എക്സാമിനേഷൻ നിങ്ങളുടെ മാർക്ക് എന്തായിരിക്കണം? മിനിമം 36 ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പാസ്സാവുകയുള്ളൂ. ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടി, സെക്കൻഡ് ഇയർ 8 മാർക്ക് കിട്ടി. അപ്പൊ നിങ്ങളുടെ ടോട്ടൽ എന്താണ്? 28. പക്ഷെ നിങ്ങൾ ഫെയിൽ ആണ്. ഫസ്റ്റ് ഇയർ 20 മാർക്ക് സ്കോർ ചെയ്ത കുട്ടി സെക്കൻഡ് ഇയർ എക്സാമിനേഷന് തിയറി എക്സാമിനേഷന് മിനിമം 16 മാർക്ക് സ്കോർ ചെയ്യണം. ഫസ്റ്റ് ഇയർ 30 മാർക്ക് സ്കോർ ചെയ്ത ഒരു കുട്ടി സെക്കൻഡ് ഇയർ എത്ര സ്കോർ ചെയ്താൽ മതി? മിനിമം 6 മാർക്ക് സ്കോർ ചെയ്താൽ മതി, നിങ്ങൾ പാസ്സാകും. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ വളരെ കുറഞ്ഞ മാർക്ക് ചിലർ സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് ഇയർ 10 മാർക്കേ കിട്ടിയുള്ളൂ, സെക്കൻഡ് ഇയർ 25 കിട്ടി. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ 35 കിട്ടി. ഞാൻ പാസ്സാകുമോ? പാസ്സാകത്തില്ല. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടെ എന്ത് ചെയ്യണം? 36 മാർക്ക്. ഫസ്റ്റ് ഇയർ 30 ആണെങ്കിൽ സെക്കൻഡ് ഇയർ നിങ്ങൾ മിനിമം 26 മാർക്ക് സ്കോർ ചെയ്യണം. ഈ രീതിയിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് സെക്കൻഡ് ഇയർ എക്സാമിനേഷന് സ്കോർ ചെയ്യേണ്ടത് പാസ്സാകുവാൻ എന്ന് സ്വയം മനസ്സിലാക്കുക. ഓരോ കുട്ടികൾക്കും +1ൽ കിട്ടിയ മാർക്ക് വ്യത്യസ്തമാണ്. സ്വാഭാവികമായും +1ലെ മാർക്കിന്റെ കൂടെ +2ൽ എത്ര മാർക്ക് സ്കോർ ചെയ്താൽ മിനിമം 36 കിട്ടും എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. അതനുസരിച്ച് അതിനേക്കാളും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുക. തീർച്ചയായും ആദ്യം പെട്ടെന്ന് എങ്ങനെ പാസ്സാകാം, മിനിമം കാര്യങ്ങൾ പഠിച്ച് എങ്ങനെ ഈസി ആയിട്ട് പാസ്സാകാം, അതിനുവേണ്ടി ഏതൊക്കെ ചാപ്റ്ററിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ എന്താണ്? മെട്രിസസ്. ഈ ചാപ്റ്ററിൽ നിന്ന് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഒരു 3 മാർക്ക് 4 മാർക്ക്. നിർബന്ധമായിട്ടും അത് പഠിക്കുക. ചാപ്റ്റർ പൂർണ്ണമായിട്ടും പഠിക്കുക. നമ്മുടെ റിവിഷൻ ക്ലാസ്സസ് കണ്ടാൽ മതി, ഒരു 2 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാൻ സാധിക്കും. ജസ്റ്റ് വീണ്ടും 1 ക്വസ്റ്റ്യൻ ഷോർട്ട് ക്വസ്റ്റ്യൻ കണ്ട് സമയം പാഴാക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സമയം ലാഭിക്കാൻ നിൽക്കരുത്. ഏകദേശം 1 മാസം സമയമുണ്ട്. ജൂൺ മാസം 12-ാം തീയതി മുതൽ ജൂൺ മാസം 20-ാം തീയതി വരെയാണ് സേ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ. അതിൽ തന്നെ ജൂൺ 14-ാം തീയതിയാണ് മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ. മോർ ദാൻ 30 ഡേയ്സ്, 1 മാസത്തിൽ കൂടുതൽ സമയമുണ്ട്. അതുകൊണ്ട് ഇനി ഷോർട്ട് കട്ടുകളൊന്നും വേണ്ട, വിശദമായി കാര്യം മനസ്സിലാക്കി പഠിക്കൂ, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കൂ. മെട്രിസസ് റിവിഷൻ ക്ലാസ് കണ്ടാൽ മതി, 2 മണിക്കൂർ കൊണ്ട് കണ്ട് പഠിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ മാർച്ച് എക്സാമിനേഷന്റെ അതേ നിലവാരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും സേ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ചോദിക്കുക. സേ എക്സാമിൽ അതുകൊണ്ട് ഭയങ്കര സിമ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടാക്കും, അങ്ങനെ ഒന്നും ചിന്ത വേണ്ട. മാർച്ചിലെ അല്ലെങ്കിൽ അതിനു മുന്നേ നടന്ന മോഡൽ എക്സാമിനേഷന്റെ അതേ നിലവാരത്തിലുള്ള സമാന സ്വഭാവമുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്നും മാറത്തില്ല, ക്വസ്റ്റ്യൻ വെയിറ്റേജും മാറത്തില്ല. അതേ ക്വസ്റ്റ്യൻ വെയിറ്റേജ് തന്നെയായിരിക്കും വരാൻ പോകുന്ന സേ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ചോദിക്കുക. 7 മാർക്ക് നിർബന്ധമായിട്ടും സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. നെക്സ്റ്റ്, ഡിറ്റർമിനൻസ്. 6 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. 90%ഉം ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിക്കും, സോൾവ് യൂസിംഗ് മെട്രിക്സ് മെത്തേഡ്. കഴിഞ്ഞ വർഷവും അത് തന്നെയാണ് ചോദിച്ചത്. ചിലപ്പോൾ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ സോൾവ് യൂസിംഗ് മെട്രിക്സ് മെത്തേഡ് 2/2 എന്താണ് 2 ഇക്വേഷനും 2 അൺനോണും വരുന്ന ക്വസ്റ്റ്യൻ ഇക്വേഷൻസ് ആണ് സോൾവ് ചെയ്യാൻ ചോദിക്കുന്നതെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് 2 ഡിറ്റർമിനന്റ് ഈക്വൽ ആണെങ്കിൽ ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ്, ഇങ്ങനെ 2 ക്വസ്റ്റ്യൻ മിക്സ് ചെയ്തും 6 മാർക്കിന് ചോദിക്കാം. ഈസി ആയിട്ട് പഠിക്കാം. അവിടെയും റിവിഷൻ ക്ലാസ് കണ്ടാൽ മതി, 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഡിറ്റർമിനൻസ് കണ്ട് പഠിക്കുവാൻ സാധിക്കും. ചിലർക്ക് അങ്ങനെ സാധിക്കണമെന്നില്ല, അവർ കൂടുതൽ വർക്ക് ചെയ്യുക.
ചിലപ്പോൾ ചിലർക്ക് 4 മണിക്കൂറൊക്കെ എടുക്കും. കാരണം ഇതുവരെ പണിയെടുക്കാത്തവരാണെങ്കിൽ 4 മണിക്കൂറും 5 മണിക്കൂറും സമയം എടുത്തെന്നിരിക്കും. എങ്കിലും അതൊരു വിഷയമേ അല്ല. സമയം ഇഷ്ടം പോലെ നിങ്ങളുടെ മുൻവശമുണ്ട്, കൈവശമുണ്ട്. സോ 2 ചാപ്റ്റർ പഠിച്ചു, നിങ്ങൾക്ക് കിട്ടി 13 മാർക്ക്. ചില ഫസ്റ്റ് ഇയർ 23 മാർക്ക് വാങ്ങിച്ചെങ്കിൽ ഈ 2 ചാപ്റ്റർ പഠിച്ചാൽ 36 മാർക്ക് കിട്ടിക്കഴിഞ്ഞു, പാസ്സായി. അങ്ങനെ റിസ്ക് എടുക്കണ്ട, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പരിശ്രമിക്കുക. നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് വെക്ടേഴ്സ്. ഈ ഡിറ്റർമിനൻസിന്റെ ഒക്കെ തുടർച്ചയായിട്ട് വരുന്ന ഒരു സംഗതിയാണ്. വെക്ടറിന്റെ ചെറിയ ചെറിയ ഫോർമുലാസ് ഉണ്ട്. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 7 മാർക്ക്, ഒരു 3 മാർക്ക്, ഒരു 4 മാർക്ക്. തീർച്ചയായും ആ 7 മാർക്ക് മസ്റ്റായിട്ട് സ്കോർ ചെയ്യണം. കൊച്ചു കൊച്ചു ഫോർമുലകൾ ഒന്ന് പഠിച്ചാൽ മതി. ഒരു 3 മണിക്കൂർ സമയം മാറ്റിവെച്ചാൽ ഈസി ആയിട്ട് പഠിക്കാം വെക്ടേഴ്സ് എന്ന ചാപ്റ്റർ. അവിടെയും നിങ്ങൾ റിവിഷൻ ക്ലാസ് കണ്ടാൽ മതി. ഈ റിവിഷൻ ക്ലാസിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്, അത് കണ്ടു പഠിക്കുക. നെക്സ്റ്റ് 3 ഡയമെൻഷണൽ ജോമെട്രി വളരെ കുറച്ച് പഠിച്ചാൽ മതി, 4 മാർക്ക് കിട്ടും. 4 മാർക്കേ ഉള്ളൂ വെയിറ്റേജ്. ഫൈൻഡ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്, ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും, ചിലപ്പോൾ 2 ചോദിക്കും. കിട്ടി മാർക്ക് 4. നെക്സ്റ്റ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഗ്രാഫിക്കൽ സൊല്യൂഷൻ യൂസ് ചെയ്ത് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുക. എല്ലാ എക്സാമിനേഷൻ ചോദിക്കും, ഈ എക്സാമിനേഷൻ ചോദിക്കും, 6 മാർക്കിന് ചോദിക്കും, നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. സോ ഈ 5 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മിനിമം പാസ്സാകാനുള്ള മാർക്ക് കിട്ടിക്കഴിഞ്ഞു. 7, 6, 13, 20, 24, 30 മാർക്ക്. നമ്മുടെ റിവിഷൻ ക്ലാസ് കണ്ടാൽ മതി. ഈ 30 മാർക്സും ഷുവർ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കണ്ടാൽ മാത്രം പോരാ, അത് പഠിക്കുകയും വേണം, പരീക്ഷയ്ക്ക് എഴുതുവാനും സാധിക്കണം. സോ ഈ 30 മാർക്ക് ഒരു കാരണവശാലും മിസ്സാകാൻ പാടില്ല. ഫസ്റ്റ് ഇയർ തീർച്ചയായിട്ടും മിനിമം എല്ലാവർക്കും ഒരു 10 മാർക്കെങ്കിലും കിട്ടിക്കാണുമല്ലോ. സോ സ്വാഭാവികമായിട്ട് ഈ 30-ൽ ഒരു 24 മാർക്കെങ്കിലും മിനിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം. അല്ലെ, തെറ്റുകൾ സ്വാഭാവിക, മനുഷ്യ സഹജമാണ്. 1-2 മിസ്റ്റേക്ക് ഒക്കെ വരാം. അതുകൊണ്ടാണ് ഈ 30-ൽ ഞാൻ 24 മിനിമം സ്കോർ ചെയ്യണം. ഫസ്റ്റ് ഇയറിലെ മാർക്കും കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പാസ്സാകാനുള്ള സംഗതി കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെ, പ്രത്യേകിച്ച് ആവറേജ് കുട്ടികൾ. അടുത്തെന്താണ്? പ്രോബബിലിറ്റി. ഒരുപാടൊന്നും പഠിക്കാനില്ല, സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ബേസ് തിയറം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അത് അഡ്ജസ്റ്റ് ചെയ്ത് കാണാതെ പഠിക്കുകയോ ഒപ്പിച്ച് പഠിക്കുകയോ ചെയ്യുക. പിന്നെ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ പ്രോപ്പർട്ടീസ്. നമ്മുടെ റിവിഷൻ ക്ലാസ് കണ്ടാൽ മതി, ഒരു 2 മണിക്കൂർ സമയം കിട്ടാൽ മതി. ആവറേജ് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയില്ല, ഒത്തിരി ഫോർമുലകൾ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അവിടെ 7 മാർക്കുണ്ട്, ആ 7-ൽ 4 സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. നെക്സ്റ്റ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഫസ്റ്റ് ചാപ്റ്റർ ആണ്, വളരെ സിമ്പിൾ ആണ്. 7 മാർക്കാണ് വെയിറ്റേജ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കും. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് 1-1 ആണ്, 1-2 ആണ്, അല്ലെങ്കിൽ അത് ബൈജക്റ്റീവ് ആണ്, അല്ലെങ്കിൽ അത് ഇൻവെർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യുക. എല്ലാം 1-1, 1-2 എന്ന് പ്രൂവ് ചെയ്താൽ മതി. വളരെ സിമ്പിൾ പ്രൂഫാണ്. ഒരു 3-4 പ്രൂഫ് പഠിച്ചാൽ മതി. അത്തരത്തിലൊരു ക്വസ്റ്റിനെ പബ്ലിക് എക്സാമിനേഷൻ ചോദിക്കും. ആ 3 അല്ലെങ്കിൽ 4 മാർക്ക് കിട്ടി. ഇനി ആദ്യത്തത് റിലേഷൻസുമായി ബന്ധപ്പെട്ട് ഒരു റിലേഷൻ, ഇക്വലൻസ് റിലേഷൻ എന്ന് പ്രൂവ് ചെയ്യുക. ക്ലിയർലി ഇറ്റ് ഈസ് റിഫ്ലക്സീവ്, ക്ലിയർലി ഇറ്റ് ഈസ് സിമെട്രിക്, ക്ലിയർലി ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ് എന്ന് എഴുതിയാലും പകുതി മാർക്ക് കിട്ടും. ഒപ്പിക്കാം. ആ ഒപ്പിക്കുന്നതിൽ കൂടി 7-ൽ വീണ്ടും ഒരു 4 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. നെക്സ്റ്റ് ലാസ്റ്റ് പഠിക്കേണ്ടത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ. ഒന്നും പഠിക്കണ്ട, കാൽക്കുലേറ്റർ എടുക്കുക. അതുപയോഗിച്ച് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇക്കഴിഞ്ഞ പബ്ലിക് എക്സാമിനേഷന് 3 മാർക്കിന് ചോദിച്ചു. 3 മാർക്കും കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആ ചാപ്റ്റർ എന്ന് ചോദിച്ചത്. സോ ചുരുക്കി പറഞ്ഞാൽ 8 ചാപ്റ്റർ ആണ് ഞാൻ ഇവിടെ ആവറേജ് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഫെയിലായ കുട്ടികൾക്ക് പഠിക്കുവാൻ വേണ്ടി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ 8 ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് മിനിമം 30 മാർക്സ്. ആദ്യത്തെ 24, അടുത്തതെല്ലാം കൂടെ 6. അത് മിനിമം ആണ് കേട്ടോ. മിനിമം 30 മാർക്സ് സ്കോർ ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് 45 വരെ സ്കോർ ചെയ്യാൻ സാധിക്കും. പറ്റുമോ? 7, 7, 14, 17, 23, 27, 33, 40, 47, പോട്ടെ 45. യെസ്, മാക്സിമം 45 മാർക്സ് വരെ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇത്രയും ചാപ്റ്റേഴ്സ് തറവായിട്ട് പഠിക്കുകയാണെങ്കിൽ. കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ തന്നെ തയ്യാറാക്കുക. 30 ദിവസമുണ്ട്. ഒരു 20 ദിവസം കൊണ്ട് ഈ 8 ചാപ്റ്റർ ഫസ്റ്റ് റൗണ്ടിൽ പഠിച്ച് പൂർത്തീകരിക്കുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ഇതൊക്കെ പഠിച്ച് ആത്മവിശ്വാസം വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലസിലേക്ക് കിടക്കാം. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്, ഇന്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, ഫൈൻഡ് ഏരിയ ഓഫ് എലിപ്സ് അല്ലെങ്കിൽ സർക്കിൾ, അത് മാത്രം പഠിച്ചാൽ മതി. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഓർഡർ ആൻഡ് ഡിഗ്രി, അങ്ങനെ സെലക്ട് ചെയ്ത് ആ ചാപ്റ്റേഴ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 100% വിജയിക്കുമെന്ന് മാത്രമല്ല ഒരു 2 ഗ്രേഡെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ തോറ്റുപോയി എന്ന് വിഷമിക്കേണ്ട കാര്യമില്ല. തോറ്റത് നല്ലതിനാണ്. കാരണം നിങ്ങളുടെ മാർക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഈ ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിലൂടെ. സോ സ്വാഭാവികമായും അടുത്തൊരു വിഭാഗം എന്ന് പറയുന്നത് എ ഗ്രേഡ് കിട്ടി, എനിക്ക് A+ അല്ലെങ്കിൽ ഫുൾ ആക്കണം, A+ കിട്ടി, എനിക്ക് ഫുൾ ആക്കണം, മാർക്ക് ഇംപ്രൂവ്മെന്റ് ചെയ്യണം എന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഷോർട്ട് കട്ടുകൾ ഒന്നുമില്ല. എല്ലാം പഠിക്കണം. തറവായി പഠിച്ചാൽ ഫുള്ള് തന്നെ കിട്ടും, സംശയം വേണ്ട.
A+ ഒക്കെ വാങ്ങിക്കുക എന്നുള്ളത് അതികഠിനമായ ഒരു പരിപാടിയൊന്നുമല്ല, വളരെ ഈസിയാണ്. നമ്മുടെ റിവിഷൻ ക്ലാസ് കണ്ടാൽ മതി. എന്നാൽ ഫുൾ മാർക്ക് വാങ്ങിക്കണമെങ്കിൽ റിവിഷൻ ക്ലാസ് മാത്രമല്ല, സംതിങ് മോർ ഡീറ്റെയിൽഡ് ക്ലാസ് കണ്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ നിങ്ങളുടെയും ഓർഡർ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അല്ലെ. നിങ്ങൾ പഠിക്കേണ്ട ഓർഡർ എന്ന് പറയുന്നത് ഈ ചാപ്റ്റേഴ്സ് തന്നെ ആദ്യം പഠിക്കുക. ഈ 8 ചാപ്റ്റർ പഠിച്ച് തറവാക്കുക. അതിനുശേഷം കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി പഠിക്കുക. എസ്എ ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ചോദിക്കും. ഇന്റഗ്രൽസ് മറ്റൊരു എസ്എ ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കും. ഇവിടെ 2 എസ്എ ക്വസ്റ്റ്യൻ കിട്ടി. ഡിറ്റർമിനൻസിൽ എസ്എ ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ എന്താണ് LPP 2 എസ്എ ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടും. മറ്റേ 2 കിട്ടണമെങ്കിൽ പണിയെടുക്കണം. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നൊരു എസ്എ ക്വസ്റ്റ്യൻ, അതുപോലെ ഇന്റഗ്രൽസിൽ നിന്ന് മറ്റൊരു എസ്എ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫുൾ മാർക്ക് വേണമെന്നുള്ള കുട്ടികൾ അതിനുശേഷം ഈ 8 ചാപ്റ്റർ പഠിച്ചതിന് ശേഷം കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി പഠിക്കുക, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് പഠിക്കുക, ദെൻ ഇന്റഗ്രൽസ് പഠിക്കുക, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, ഫൈനലി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. വേണമെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സ്കിപ്പ് ചെയ്യാം. ഫുൾ മാർക്കുകാരല്ല, A+ മതി എന്നുള്ള കുട്ടികൾക്ക് ആ ഒരു ചാപ്റ്റർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എങ്കിലും നിങ്ങൾക്ക് കിട്ടും. കാരണം നമുക്ക് ചോയ്സ് ഉൾപ്പെടെ 80 മാർക്കിനാണ് ചോദിക്കുന്നത്. അതിൽ നിന്ന് 60 മാർക്ക് സ്കോർ ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ പഠിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് സഹായകരമായ രീതിയിൽ റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. 13 ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ ക്ലാസ് കണ്ടു പഠിച്ചാൽ മിനിമം A+, ചിലപ്പോൾ ഫുള്ള് വരെ കിട്ടാം. ഇനി ഒട്ടും പറ്റില്ല എന്നുള്ള കുട്ടികൾക്കാണ് നമ്മൾ 1 ക്വസ്റ്റ്യൻ ഷോർട്ട് ക്വസ്റ്റ്യൻ പഠിക്കാൻ പറയുന്നത്. തീർച്ചയായും അതിന് സമയമുണ്ട്. അവസാനത്തെ ഒരു 10 ഡേയ്സിൽ അത് നോക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങൾ റിവിഷൻ ക്ലാസ് കണ്ടു തന്നെ പഠിക്കുക. തീർച്ചയായും ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക്, നിങ്ങൾക്ക് ആവശ്യമായ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയലിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ വരാൻ പോകുന്ന ഇംപ്രൂവ്മെന്റ് മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. തികച്ചും സൗജന്യമാണ്. അവിടെ PDF നോട്ട്സ് നൽകും, ക്ലാസ് ലിങ്കുകൾ നൽകും. അതോടൊപ്പം തന്നെ എക്സാമിനേഷന്റെ ടിപ്സ് ഒക്കെ അവിടെ ഡിസ്കസ് ചെയ്യും. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുകയും ചെയ്യും. സോ തീർച്ചയായും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. എക്സാം എഴുതുന്നവർ മാത്രം ജോയിൻ ചെയ്താൽ മതി. സോ എല്ലാവിധ ആശംസകളും. മോർ ദാൻ 30 ഡേയ്സ് ഉണ്ട്. കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോടുകൂടി പഠിക്കൂ. തീർച്ചയായും +2 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാര്യം കൂടെ, ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേട്ടം 2 ഉണ്ട്. ഒരു വെടിക്ക് 2 പക്ഷിയാണ്. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് കൂടെ ഉപകാരപ്പെടും. എന്താണ്? കീം എൻട്രൻസ് എക്സാമിനേഷൻ. ഈ വർഷത്തെ കീം എൻട്രൻസ് എക്സാമിനേഷൻ ജൂൺ 5 മുതൽ ജൂൺ 9 വരെയാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ +1 +2 സിലബസ് പഠിക്കുമല്ലോ കീം എക്സാമിനേഷന്. അപ്പോൾ കീം എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ മാത്തമാറ്റിക്സിന് ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് 2 സ്ഥലത്തും അത് ഉപകാരപ്പെടും. കീം എക്സാമിനേഷൻ ആദ്യം ഉപകാരപ്പെടും. ആ ഒരു കോൺഫിഡൻസ് ഉപയോഗിച്ച് അടുത്ത് വരാൻ പോകുന്ന ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കും. സോ തീർച്ചയായും കീം എക്സാമിനേഷന് അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്സിന് ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ മസ്റ്റായിട്ട് ഇംപ്രൂവ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും. കാരണം കീമിന് വേണ്ടി കാര്യമായി പഠിക്കുമല്ലോ. അതിന്റെ ഒപ്പം കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവായി പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെയും മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കും. സോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. കീം എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. അവർക്കുള്ള ക്ലാസ്സുകളുടെ ലിങ്ക്, പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. കീം സ്പെഷ്യൽ ക്ലാസ്സസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കണ്ടുപഠിക്കുക. ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ആവശ്യമുള്ളവർ അതിന്റെ ക്ലാസ്സുകൾ കണ്ടുപഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.